നമസ്കാരം, എല്ലാവർക്കും ആയുർ ടോക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. അലോപേഷ്യ ഏരിയേറ്റ അഥവാ കഷണ്ടി, ഇതാണ് ആയുർ ടോക്സ് ആൻഡ് ടിപ്സിന്റെ ഇന്നത്തെ വിഷയം. നമ്മളിൽ പലരും അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കഷണ്ടി. പലപ്പോഴും ഈ രോഗം കണ്ടുപിടിക്കാനും ചികിത്സ തേടി പോകാനും വൈകിപ്പോകുന്നു. അതുകൊണ്ട് തന്നെ ചികിത്സയുടെ ഫലവും കുറഞ്ഞു പോകാറുണ്ട്. ആയുർവേദത്തിൽ ഈ രോഗത്തിന് പറയുന്ന പേരാണ് ഇന്ദ്രലുപ്തം. തലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നും വളരെ കുറച്ചു മുടിയാണ് ആദ്യം നഷ്ടപ്പെട്ടു പോകുന്നത്. മിക്കവാറും 1/2 സെന്റിമീറ്റർ മുതൽ 1 സെന്റിമീറ്റർ വരെയാണ് ആദ്യ സമയങ്ങളിൽ മുടി നഷ്ടപ്പെട്ടു പോവുക. മുടി നഷ്ടപ്പെട്ടു പോകുന്ന ഭാഗത്ത് യാതൊരു വിധത്തിലുള്ള നിറവ്യത്യാസമോ സ്കാർ മാർക്സോ ഒന്നും തന്നെ കാണുകയില്ല. അതുകൊണ്ട് തന്നെ മിക്കവരും ഇത് വിട്ടുകളയുകയാണ് ചെയ്യുക. പിന്നീട് 4-5 മാസത്തിനു ശേഷം വേറെ ഒരു ഭാഗത്തു നിന്നും ഇതുപോലെ തന്നെ മുടി നഷ്ടപ്പെട്ടു പോകുന്നു. ഇത് തുടർച്ചയായി 3-4 പ്രാവശ്യം ആവർത്തിക്കുകയും 3-4 പ്രാവശ്യം കഴിയുമ്പോൾ വലിയൊരു ഭാഗത്തായി കഷണ്ടി രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ സമയത്താണ് മിക്കവരും ചികിത്സയ്ക്കായി പോകുന്നത്. നേരത്തെ തന്നെ ലക്ഷണങ്ങൾ കണ്ടറിഞ്ഞ് ചികിത്സിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ അസുഖത്തെ ഇല്ലാതാക്കാൻ സാധിക്കും. അലോപേഷ്യ ഏരിയേറ്റയുടെ ലക്ഷണങ്ങളും അതിന്റെ ചികിത്സാ രീതിയും എല്ലാം ഉൾപ്പെടുത്തിയതാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ശരീരത്തിലെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇമ്മ്യൂൺ സിസ്റ്റം അഥവാ രോഗപ്രതിരോധ വ്യവസ്ഥ. ഇതിൽ നമ്മുടെ ശരീരം തന്നെ ആന്റിബോഡീസിനെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആന്റിബോഡീസ് എന്ന് പറഞ്ഞാൽ പ്രതിരോധ വസ്തുക്കൾ. നമ്മുടെ ശരീരത്തിന് പുറത്തുനിന്ന് വരുന്ന ബാക്ടീരിയാസ്, വൈറസ്, അങ്ങനെ എന്ത് ആണെങ്കിലും നമ്മുടെ ശരീരത്തിന്റെ ആന്റിബോഡീസ് അതിനെ നശിപ്പിച്ചു കളയും. അങ്ങനെ നമ്മളെ അസുഖങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നോർമൽ ആയിട്ടുള്ള ഒരു ഇമ്മ്യൂൺ സിസ്റ്റം. ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ശരീരം തന്നെ ഓട്ടോ ആന്റിബോഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രതിരോധ വസ്തുക്കൾക്ക് എതിരായിട്ടുള്ള ഓട്ടോ ആന്റിബോഡീസിനെ ഉണ്ടാക്കും. അതായത് ഈ ഓട്ടോ ആന്റിബോഡീസ് നമ്മുടെ ശരീരത്തിലെ നല്ല കോശങ്ങളെ നശിപ്പിക്കാൻ തുടങ്ങും. അങ്ങനെ വരുന്ന അസുഖമാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. ഇത് പല അസുഖങ്ങളുണ്ട്. ഇങ്ങനെ ആമവാദം ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതുപോലെ പാണ്ഡുരോഗം, ടൈപ്പ് 1 ഡയബറ്റീസ്, ഇതൊക്കെ അതിന്റെ ഉദാഹരണങ്ങളാണ്. ഇതുപോലെയുള്ള ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് അലോപേഷ്യ ഏരിയേറ്റ. ഈ കേസിൽ ശരീരം ഉണ്ടാക്കുന്ന ഓട്ടോ ആന്റിബോഡീസ് നമ്മുടെ കൂപങ്ങളെയാണ് ആക്രമിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ട് അലോപേഷ്യ ഏരിയേറ്റ ഉണ്ടാവാം. അതിന്റെ ഒന്നാമത്തെ കാരണം നമ്മളിപ്പോൾ പറഞ്ഞ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതായത് രോഗിക്ക് ഓൾറെഡി ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരിൽ അലോപേഷ്യ ഏരിയേറ്റ വരാനുള്ള സാധ്യത 80% കൂടുതലാണ്. പിന്നെ അടുത്ത ഒരു കേസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പാരമ്പര്യമായിട്ട് വീട്ടിൽ ആർക്കെങ്കിലും ഈ അസുഖം ഉണ്ടെങ്കിൽ ആ അസുഖം വേറൊരാൾക്ക്, അതായത് അച്ഛനോ അമ്മയ്ക്കോ ഉണ്ടെങ്കിൽ മക്കൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വേറൊരു കേസ് എന്താണെന്ന് വെച്ചാൽ, ശരീരത്തിൽ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ, അതായത് ഇപ്പൊ ഗർഭാവസ്ഥയിൽ സ്ത്രീകളുടെ ശരീരത്തിൽ ഹോർമോണൽ ചേഞ്ചസ് വരും. പ്രസവം കഴിഞ്ഞ ഉടനെ ഹോർമോണൽ ചേഞ്ചസ് വരും സ്ത്രീകൾക്ക്. അതുപോലെ ആർത്തവ വിരാമത്തിന്റെ സമയത്തും ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. ഈ സമയത്ത് അലോപേഷ്യ ഏരിയേറ്റ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. പക്ഷെ ഈ കേസിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ളവർക്ക് മുടി കൊഴിഞ്ഞു പോയ ഭാഗത്ത് ഒരു 6 മാസത്തിനോ 1 വർഷത്തിനോ ശേഷം, അതായത് ആ ഹോർമോണിന്റെ വ്യതിയാനങ്ങളൊക്കെ മാറി ശരിയായി വരുമ്പോൾ മുടി വീണ്ടും കിളിർത്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ ഇപ്പോൾ ഡിപ്രഷനുള്ള ആൾക്കാർക്ക്, ഒരുപാട് മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന ആൾക്കാർക്ക് ആ സമയത്ത് അലോപേഷ്യ ഏരിയേറ്റ വരാറുണ്ട്. പിന്നെ ക്യാൻസർ, അതുപോലെ ഹൃദ്രോഗം, അതുപോലെ തന്നെ ഇപ്പൊ ഈ ഡിപ്രഷനുള്ള മരുന്ന്, അങ്ങനെയുള്ള മരുന്നുകളുടെ സൈഡ് ഇഫക്ട്സ് ആയിട്ടും ഈ രോഗം വരാറുണ്ട്. ഇതുകൂടാതെ പോഷകാഹാരക്കുറവുള്ളവരിലും അതുപോലെ തന്നെ രക്തക്കുറവുള്ളവരിലും ഈ രോഗം കാണാറുണ്ട്. പിന്നെ ഒരുപാട് ഹെയർ സ്റ്റൈലിംഗ് പ്രൊഡക്ട്സ്, കെമിക്കൽസ് ഒക്കെ മുടിയിൽ ഉപയോഗിക്കുന്നവരാണെങ്കിലും മുടി അമർത്തി പുറകിലോട്ട് ബലമായിട്ട് വലിച്ചു കെട്ടുന്നവരിലും ഈ രോഗം പിന്നെ കാണാറുണ്ട്. അങ്ങനെയുള്ളവരിൽ വരുന്ന അലോപേഷ്യ ഏരിയേറ്റയ്ക്ക് ട്രാക്ഷൻ അലോപേഷ്യ എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഈ രോഗം വരാനുള്ള കാരണങ്ങൾ. ഇനി നമുക്ക് രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ മുടിയുടെ ഈ ഭാഗത്ത്, അതായത് ഉച്ചിയുടെ ഈ ഭാഗത്തായിട്ട് മുടി വല്ലാതെ നേർമിച്ച് പോകുന്നതായിട്ടാണ് ഒന്നാമത്തെ ലക്ഷണം. അപ്പൊ നമ്മൾ സാധാരണ നോക്കുകയാണെങ്കിൽ മുടി താഴോട്ട് വരുമ്പോഴായിരിക്കും നമുക്ക് കട്ടി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. പക്ഷെ ഈ അസുഖത്തിന്റെ തുടക്കക്കാർക്ക് മുടിയുടെ ഈ ഭാഗത്തായിട്ട് വരുന്ന മുടിയിൽ വളരെയധികം കട്ടി കുറഞ്ഞ് വരുന്നതായിട്ട് കാണാം. അങ്ങനെ ഇവിടെ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ചെറിയൊരു ഗ്യാപ്പായിട്ടാണ് അത് വരുന്നത്.
ഒരു സ്പേസ് അവിടെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ മുടി ഇങ്ങനെ മുകളിൽ നിന്ന് തന്നെ നേർമ്മിച്ചു വരുന്നതാണ് ഏറ്റവും ആദ്യത്തെ ലക്ഷണം. പിന്നെ തലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന്, കൂടുതലായിട്ടും തലയുടെ മോൾ ഭാഗത്തു നിന്നും ഒരു കോയിന്റെ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് മുതൽ 1 ഇഞ്ച് വരെ കുറച്ച് മുടി പോകുന്നത് കാണാം. ആദ്യം അത് തലയോട്ടിയിലാണ് കാണുന്നതെങ്കിൽ പിന്നീട് പുരികത്ത് നിന്നും, അതുപോലെ തന്നെ ആണുങ്ങളാണെങ്കിൽ അവരുടെ താടിയുടെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയൊരു പോർഷൻ മുടി നഷ്ടപ്പെട്ടു പോകുന്നത് കാണാൻ പറ്റും. ഇതാണ് ഇതിന്റെ ഒരു അടുത്തൊരു ഭാഗം. മുടി നേർമ്മിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കൺപീലിയൊക്കെ കൊഴിയാൻ തുടങ്ങുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. ഈ അലോപേഷ്യ ഏരിയയുടെ അടുത്ത 2 കോംപ്ലിക്കേഷൻ ഭാഗങ്ങളാണ് അലോപേഷ്യ ടോട്ടാലിസും അലോപേഷ്യ യൂണിവേഴ്സാലിസും. അലോപേഷ്യ ടോട്ടാലിസ് എന്ന് പറഞ്ഞാൽ തലയൊട്ടിയിലെ എല്ലാ മുടിയും കൊഴിഞ്ഞു പോകുന്നത്, എല്ലാ രോമങ്ങളും കൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് അലോപേഷ്യ ടോട്ടാലിസ്. അലോപേഷ്യ യൂണിവേഴ്സാലിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ എല്ലാ രോമങ്ങളും കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ. പക്ഷേ ഈ 2 അവസ്ഥകളും 5% കുറവ് ആൾക്കാരിൽ മാത്രമേ കാണാറുള്ളൂ. ഈ രോഗം വരുന്ന 5% കുറവുള്ള ആൾക്കാരിൽ മാത്രമേ അലോപേഷ്യ ടോട്ടാലിസ് ആണെങ്കിലും അലോപേഷ്യ യൂണിവേഴ്സാലിസ് ആണെങ്കിലും കാണാറുള്ളൂ. ഇത് രണ്ടുമാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ വരുന്നത്. ഇനി ഈ രോഗത്തിന്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചികിത്സ കൊണ്ട് പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയുന്ന ഒരു രോഗമല്ല ഇത്. പക്ഷേ രോഗിയുടെ പ്രകൃതി അനുസരിച്ചും രോഗാവസ്ഥ അനുസരിച്ചും കൃത്യമായ ചികിത്സ നൽകുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ രോഗം ഇല്ലാതാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ രോഗം പിന്നീട് വരുന്നത് പൂർണ്ണമായി തടയാനും സാധിക്കും. ഇതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് രോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ചികിത്സ തേടുക എന്നതാണ്. ഇപ്പോൾ ഡിപ്രഷൻ ഒക്കെയുള്ള ഒരു രോഗിയാണെങ്കിൽ പതിവിലും കൂടുതലായി മുടി കൊഴിയുന്നത് കാണുമ്പോൾ തന്നെ ചികിത്സ തേടുക എന്നതാണ് ആദ്യത്തെ പടി. അതുപോലെ തന്നെ തലയോട്ടിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് കുറച്ചു മുടി നഷ്ടപ്പെട്ടു പോകുമ്പോൾ തന്നെ നമ്മൾ ചികിത്സ തേടുകയാണെങ്കിൽ ബാക്കി ഭാഗത്ത് അതുപോലെ ഉണ്ടാവാതിരിക്കാനായിട്ട് അത് സഹായിക്കും. ഓരോരുത്തരുടെ പ്രകൃതി അനുസരിച്ചും അതുപോലെ തന്നെ രോഗാവസ്ഥ അനുസരിച്ചും രോഗം ഉണ്ടാവാനുള്ള കാരണങ്ങൾ അനുസരിച്ചും ചികിത്സ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഹോർമോണൽ ചേഞ്ച് കൊണ്ടാണ് ഒരാൾക്ക് ഈ കഷണ്ടി വരുന്നതെങ്കിൽ അവർക്ക് മുടി തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേസമയം ഒരു ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ഉള്ള ഒരാളോ അതുപോലെ പാരമ്പര്യമായി തന്നെ ഈ രോഗമുള്ള ഒരാൾക്കോ ആണെങ്കിൽ അവർക്ക് മുടി തിരിച്ചു വരാനുള്ള സാധ്യത മറ്റവരെ അപേക്ഷിച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ചികിത്സാ രീതി ഓരോ തരത്തിലായിരിക്കും. ഇനി എന്തൊക്കെയാണ് ചികിത്സാ രീതികളെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ത്രിഫല തൈലം അതുപോലെ തന്നെ ഭൃംഗരാജ തൈലം, ഇത് രണ്ടും ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ രണ്ടും സമം ചേർത്തിട്ട് തലയോട്ടിൽ തേച്ചു പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മത്തങ്ങയുടെ കുരു അത് നന്നായിട്ട് അരച്ചതിന് ശേഷം ഒലീവ് ഓയിൽ മിക്സ് ചെയ്തിട്ട് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് 1 മണിക്കൂറിന് ശേഷം അത് കഴുകി കളയുന്നത് വളരെ നല്ലതാണ്. വേറെ ഒന്ന്, ഒരു 2 ടീസ്പൂൺ കരിഞ്ജീരകം എടുത്തിട്ട് അരച്ചതിന് ശേഷം വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തിട്ട് മുടി പോയ ഭാഗത്ത് തേച്ച് പിടിപ്പിക്കുന്നതും നല്ലതാണ്. പിന്നെ ആവണക്കെണ്ണ 2 ടീസ്പൂൺ എടുത്ത് മുടി പോയ ഭാഗത്തും അതുപോലെ തന്നെ പുരികം കൊഴിയുന്നുണ്ടെങ്കിൽ പുരികത്തിന്റെ മുകളിൽ കണ്ണിന്റെ ഉള്ളിലേക്ക് ആവാതെ കൺപീലിയുടെ മുകളിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം രാത്രി കിടന്നുറങ്ങാം. രാവിലെ ആകുമ്പോൾ ഇതെല്ലാം കഴുകി കളയാവുന്നതാണ്. ഇത് വളരെ നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ്. നമുക്ക് മുടി കൊഴിഞ്ഞുപോയ മുടി തിരിച്ചു വരാൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇത് കൂടാതെ അലോപേഷ്യ ഏരിയയ്ക്ക് ആയുർവേദത്തിൽ ഒരുപാട് ചികിത്സകൾ ഉണ്ടെന്ന്. ഈ ചികിത്സ കൊണ്ട് ഒരു പരിധി വരെ ഈ അസുഖം ഇല്ലാതെയാക്കാനും അസുഖം വരുന്നത് പൂർണ്ണമായിട്ട് തടയാനും സാധിക്കും. അതിനായിട്ടുള്ള ആയുർവേദ ചികിത്സകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നസ്യം ചെയ്യും. അണുതൈലം അതുപോലെ തന്നെ മഹാതൈലം ഉപയോഗിച്ചിട്ടുള്ള നസ്യം വളരെ നല്ലതാണ്. അതുപോലെ ചെയ്യുന്ന വേറെ ചികിത്സകളാണ് ശിരോപിച്ചു, ശിരോബസ്തി, അതുപോലെ സിരാവ്യഥന, രക്തമോക്ഷണ. ഇത് കൂടാതെ പഞ്ചകർമ്മ ചികിത്സയായ വിരേചനവും ഈ അസുഖത്തിന് കൊടുക്കാറുണ്ട്. പിന്നെ ഈ അസുഖത്തിന് ഇന്റേണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് രസായന പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ ക്രിമിഗ്ന പ്രോപ്പർട്ടിയുള്ള ഔഷധങ്ങളാണ്. ക്രിമിഗ്ന വടി, അതുപോലെ തന്നെ വിടങ്കാരിഷ്ടം, അഭയാരിഷ്ടം തുടങ്ങിയ ഔഷധങ്ങളും ഈ അസുഖം ഇല്ലാതെയാക്കാനായിട്ട് ആയുർവേദ ചികിത്സാ പ്രകാരം കൊടുക്കാറുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ നന്ദി, നമസ്കാരം.